ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സീക്രട്ട് കുക്കിംഗ് ഡയറീസിൻ്റെ ഫെബിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിലി വ്ളോഗാണ്. ഡെയിലി വ്ളോഗിൽ തന്നെ ഞാൻ നല്ലൊരു റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 2 റെസിപ്പീസും നമ്മുടെ വാഴ ഇല വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ദിവസം മുൻപ് ലുലുവിൽ പോയിട്ട് വാഴയില കളക്ട് ചെയ്തു. ഈ ഒരു വാഴയില തപ്പിയിട്ട് പോയി കഴിഞ്ഞാൽ പലപ്പോഴും വാഴയില നല്ല വാട്ടുള്ളതെല്ലാം കിട്ടാറ്. അത് കാരണമുണ്ട്. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ പോകണം. ആ ഷോപ്പ് തുറന്നിട്ട് അവർ സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് പോകണം. അതല്ലാതെ ടൈമിലൊക്കെ പോകുമ്പം എന്തായാലും സ്വാഭാവികമാണ് എല്ലാവരും നല്ലത് എടുത്തിട്ട് ബാക്കിയുള്ളതേ അവിടെ ഉണ്ടാവും. അങ്ങനെ വാഴയിലൊക്കെ കളക്ട് ചെയ്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ തലേന്ന് രാത്രി എനിക്ക് അരി കുതിർത്ത് വെക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കെറ്റിലിൽ വെള്ളം ചൂടാക്കിയാണ്. അരി കുതിർത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന 2 ഡിഷസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇലയുടെയും പിന്നെ ബീഫ് കക്കറോട്ടിയും. ബീഫ് ആണപ്പത്തിൽ എന്നൊക്കെ പറയും. കണ്ണൂർ സൈഡിൽ കക്കറോട്ടി, ആണപ്പത്തിൽ, അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അരി കുതിർത്ത് വെക്കുന്നത് ഇലയുടെ ആക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മോള് സാറ അവൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇലയുടെ ആക്കാൻ വേണ്ടിയിട്ട്. അത് മധുരമുള്ള ഇട വെള്ളം ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല കക്കറോട്ടിക്ക് ആവശ്യപ്പെട്ടത് ഹസ്ബൻഡാണ്. കുറേ ആയി കക്കറോട്ടി ആക്കിയിട്ട്, അതുകൊണ്ട് നമുക്ക് അതൊന്നും ആക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് രണ്ടും ഒരു ദിവസത്തേക്ക് മാറ്റി അത് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 2 ഐറ്റംസ് ആക്കുമ്പോഴും വാഴയില നിർബന്ധമാണ്. അതുകൊണ്ടാണ് രണ്ടും ഒരു ദിവസത്തേക്ക് തന്നെ ആക്കിയത്. പുഴുങ്ങലരിയാണ് ഇലയടക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് പുഴുങ്ങലരി കെറ്റിൽ വെള്ളം ചൂടാക്കിയിട്ട് അത് തിളച്ച് വന്നു കഴിഞ്ഞാൽ കഴുകിയ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇത് തലേന്ന് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു അരി കുതിർത്തൽ പരിപാടി തലേന്നായിരുന്നു. അപ്പം ഈ ഒരു രീതി ചെയ്യുമ്പോൾ നമുക്ക് ഇലയടക്ക് പാകമായിട്ടുള്ള മാവാണ് കിട്ടുക. അതിൻ്റെ വേവ് കറക്റ്റായിരിക്കും. അതുകൊണ്ടാണ് ആ രീതി ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റിട്ട് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തേങ്ങ എടുത്തിട്ട് ഡീപ്പ് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വെള്ളം ഉരുക്കിയെടുക്കണം. 2 ആണി വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മൾ ഓൾറെഡി കഴുകിയ അരിയാണ്. അതിലുള്ള വെള്ളം ഒന്ന് മാറ്റി വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരി മിക്സറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരഞ്ഞ് വരണം. അപ്പം ആ രീതിയിൽ തന്നെ ചെയ്യാം. അതിനിടയിൽ ചായ വെച്ചിട്ടുണ്ട്. 6 മണിക്കാണ് എഴുന്നേൽക്കാറ്. മക്കൾക്ക് സ്കൂളിൽ 7:15 പോകേണ്ടത്. ഇവിടുന്ന് 7:15 ഇറങ്ങിയാൽ മാത്രമാണ് സ്കൂളിൽ ആ ടൈമിൽ എത്തുള്ളൂ. അപ്പോൾ ഹസ്ബൻഡിനും മക്കൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. എനിക്ക് ഉറപ്പില്ല ഈ ഒരു ഐറ്റം അപ്പോഴേക്ക് കംപ്ലീറ്റ് ആവുമെന്ന്. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഡയറക്റ്റ് പോയി അവർക്ക് കൊടുക്കാറാണ് പതിവ്. ഇൻ്റർവെൽ ടൈം ആകുമ്പോഴേക്ക് ഞാൻ കൊണ്ടുപോയി അവിടെ റിസപ്ഷനിൽ കൊടുത്തതിന് അവർ കൊടുത്തോളും. അപ്പോൾ ഇത് അരി അരച്ച് വെച്ചിട്ടുണ്ട്. അരി നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് അരി റൊട്ടിയുടെ പൊടി, അതായത് പുഴുങ്ങലരിയുടെ തന്നെ പൊടി മിക്സ് ചെയ്തിട്ട് വേണം മാവ് റെഡിയാക്കാൻ. സാധാരണയായിട്ട് ഞാൻ അവർ പോകുന്ന സമയത്ത് തന്നെ 3 പേരുടെയും ബ്രേക്ക്ഫാസ്റ്റ് അവരെ കയ്യിൽ കൊടുക്കാറുണ്ട്. പക്ഷേ വീഡിയോ ഷൂട്ടിങ്ങും കൂടിയുള്ള ദിവസം എന്തായാലും അതിൻ്റേതായ ഒരു ലാഗിങ് വരും. അതുകൊണ്ട് അവർക്ക് 3 പേർക്കും ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ചായയും എന്തോ സ്നാക്കും മാത്രം കഴിച്ചിട്ട് എല്ലാവരും അങ്ങ് പോയി. ഏകദേശം ഒരു 9-9:30 ആകുമ്പോൾ എനിക്ക് അവിടെ എത്തിച്ചു കൊടുത്താൽ മതി. അരിയുടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പശു നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ചിരവി വെച്ച തേങ്ങ അത് ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 2 കപ്പാണ് അരി എടുത്തത്. 1.5 മുറി തേങ്ങ കണക്കായിട്ടുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് പശു നെയ്യിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ. ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അതായത് വെല്ലം ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ശർക്കര പാനിയിൽ കിടന്ന് നമ്മുടെ തേങ്ങ നന്നായിട്ട് വെളിയിച്ചെടുക്കണം. അപ്പം അതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു പാനി, അതായത് ശർക്കരയുടെ വെള്ളം ഫുള്ളായിട്ട് വറ്റി വരുന്ന രീതിയിൽ ഒന്ന് വെളിയിച്ചെടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ആയി പോകാൻ പാടില്ല. ശർക്കരയിൽ വെളിയിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ വല്ലാണ്ടങ്ങ് ഡ്രൈ ആയി പോകാൻ പാടില്ല. അതിലുള്ള വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നാൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടി പശുനെയ്യ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അധികം ഡ്രൈ ആകാത്ത രീതിയിൽ നമുക്ക് അതിൻ്റെ ആ ഒരു പണ്ടം തയ്യാറാക്കാം. വല്ലാണ്ടങ്ങ് ഡ്രൈ ആയി പോകാൻ പാടില്ല. നല്ലൊരു സോഫ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടണം. ഫൈനലി നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ അരിമാവും തേങ്ങാപ്പണ്ടവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില കട്ട് ചെയ്തെടുക്കാം.
വാഴയില കണ്ടില്ല, പുറമേ നല്ല ഗ്രീനറി ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും അതിനകത്ത് ഒരു നല്ലപോലെ വാടിയ ഒരു ഇല ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഒരെണ്ണം നല്ല പോലെ കീറിയിട്ടുണ്ടായിരുന്നത്. അപ്പം 2 ഇലകളുടെ കാര്യം തീരുമാനമായി. ഈ ഒരു വാഴയില പൈസ കൊടുത്ത് വാങ്ങാൻ തുടങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ വാല്യൂ മനസ്സിലായത്. അപ്പം നമ്മളൊരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ബാക്കിയുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ സിപ്പ് ലോക്ക് ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലം യൂസ് ചെയ്യാൻ പറ്റും, കേടൊന്നുമില്ലാത്ത രീതിയിൽ. സാധാരണ നാട്ടിൽ നിന്ന് വരുമ്പം എടുക്കാറുണ്ട് കേട്ടോ, പക്ഷേ ഇപ്രാവശ്യം എന്തോ മറന്നുപോയി. അങ്ങനെ ഇലകളെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി കഴുകിയിട്ട് ആവശ്യത്തിനുള്ളത് എടുക്കാൻ പോവുകയാണ്. ബാക്കിയുള്ളത് സിപ്പ് ലോക്ക് ബാഗിലേക്ക് മാറ്റി. നമ്മുടെ ഇല ഇടാക്കാനുള്ള ഇലകളെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ടിഷ്യൂ വെച്ച് രണ്ട് വശവും ഒന്ന് തുടച്ചെടുക്കുകയാണ്. അതിലുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളമെല്ലാം റിമൂവ് ചെയ്യുകയാണ്. അതിനുശേഷമാണ് നമ്മൾ പരത്തിയിടാൻ വേണ്ടി പോകുന്നത്. അപ്പം ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് വെളിച്ചെണ്ണയും പശുനെയ്യും രണ്ടും മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ മാത്രം മതി നമുക്ക് മാവ് പരത്തിയിടാൻ വേണ്ടിയിട്ട്. അത് കയ്യിലേക്ക് സ്പ്രെഡ് ചെയ്യാനാണ്, കയ്യിലും വാഴയിലയിലേക്കും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പശുനെയ്യും കൂടി ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഇലയടക്ക്. അപ്പോൾ കുറച്ച് മാവ് എടുത്തിട്ട് വാഴയിലയിൽ പരത്തിയിട്ടിട്ടുണ്ട്. നല്ല റൗണ്ട് ഷേപ്പിൽ നേരിയ രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. ഭയങ്കര വലിയ സൈസിൽ മാവ് എടുക്കാൻ പാടില്ല. നമുക്കിത് ഈ ഒരു ഇലയടക്കം ആക്കുമ്പോൾ ചെറിയ സൈസിലാവുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പണ്ടം അത് നമുക്കിതിലേക്ക് അതിൻ്റെ ഒരു ചെറിയ ഹാഫ് പോർഷനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഈ ഒരു രീതിയിൽ അത് മടക്കി വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് റെഡിയാക്കാം. സാധാരണയായിട്ട് ഈ ഒരു തേങ്ങാപ്പണ്ടം പഞ്ചസാര ഇട്ടിട്ടാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്. വെല്ലം വെച്ചിട്ട് എപ്പോഴെങ്കിലും ഉണ്ടാക്കാറുള്ളൂ. അപ്പം ഈ ഒരു രീതി ചെയ്തപ്പോൾ ഇല്ല, മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐറ്റം അത്ര ഫെമിലിയർ ആണെന്ന് അറിയാം, എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അങ്ങനെ എല്ലാം ഈ ഒരു രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി റൈസ് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ശേഷം അതിൻ്റെ മുകളിൽ ആ ഒരു തട്ട് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ സ്റ്റീമായി കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ഇലകൾ ഞാനൊരു സിപ്പ് ലോക്ക് പാക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അത് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചായ കൂടിയും ബാക്കിയായിരുന്നു. അപ്പം ഇനി ചായ കുടിച്ചതിന് ശേഷം ഇനി ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മക്കൾക്കും ഹസ്ബൻഡിനും എത്തിച്ചു കൊടുക്കണം. അടുത്ത പ്ലാൻ അതാണ്. സ്കൂളിൽ ഫസ്റ്റ് ബ്രേക്കിൻ്റെ ടൈം വരുന്നത് 9:45 അപ്പം ലഞ്ചും സ്നാക്സും എല്ലാം ഞാനിതാ റെഡിയാക്കിയിട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. നല്ല ചൂടോടുകൂടിയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മക്കൾ നല്ല ഹാപ്പി ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കൂളിൽ പോയിട്ട് അതവിടെ റിസപ്ഷനിൽ കൊടുത്തിട്ട് തിരിച്ച് വന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അതിനുശേഷം ഇതാ ഉച്ചക്കേക്കുള്ള ഐറ്റംസ് എടുത്തിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പോൾ ബീഫ് എടുത്തിട്ട് ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുള്ളതെല്ലാം പോയി ചെയ്തത്. ബീഫും പിന്നെ നാട്ടിൽ നിന്ന് വറുത്തിട്ട് ഞാൻ തേങ്ങ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് തിരിച്ച് വരാൻ നേരത്ത് അവിടെ ഒരുപാട് തേങ്ങ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് വറുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തേങ്ങയും ബീഫും എടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം ചെടികൾക്കൊക്കെ പോയി വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ചെറിയ ചെറിയ പണികൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ചെയ്തെടുക്കാറ്.
ഉച്ചക്ക് ഏകദേശം ഒരു 12 മണിക്ക് മാത്രമേ ഞാൻ കിച്ചണിൽ ഇറങ്ങാറുള്ളൂ ലഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാത്രി നടക്കാറാണ് പതിവ്. അതുകൊണ്ട് വർക്കൗട്ടിന് സമയം മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ കറക്റ്റ് 12 മണിയായപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങി. അതിനിടയിൽ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഫസ്റ്റിനെയും പിന്നെ അവളുടെ മോളും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ വെറുതെ വന്നതാണ്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു കക്കറോട്ടി റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. കക്കറോട്ടിയുടെ ബോൾസ് റെഡിയാക്കാനുള്ള ആ ഒരു മാവ്, അതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനുള്ള തേങ്ങയാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. തേങ്ങയിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ 1 ടീസ്പൂൺ ചെറിയ ജീരകം. അതുകൂടാതെ ഒരു മീഡിയം സൈസ് ഉള്ളിയുടെ ഹാഫ് പോർഷനും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം. ഇത് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അതായത് അരിയൊറോട്ടിയുടെ മാവ് റെഡിയാക്കുമ്പോൾ നമുക്ക് ഈ ഒരു അരപ്പ് ആവശ്യമുണ്ട്. അപ്പം അരിയൊറോട്ടിയുടെ പൊടി എടുത്തിട്ട് ഒരു ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായി കുഴച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമ്മളിതൊരു സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കാൻ. അപ്പോൾ രാവിലെ ഞാൻ റെഡിയാക്കിയിട്ട് ആ ഒരു ഇലയടയുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ഡോ ആക്കിയെടുക്കാം. മലബാർ സ്പെഷ്യൽ കക്കറോട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അവിടെ ഉണ്ട്, ഇൻഗ്രീഡിയൻസും എല്ലാ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് ഈ ഒരു കക്കറോട്ടി റെഡിയാക്കിയിട്ടുള്ളത്. അതിൽ തേങ്ങ വറുത്തരക്കുന്നില്ലായിരുന്നു. ഇവിടെ ഞാൻ ചെയ്യുന്ന തേങ്ങ വറുത്തരച്ച തേങ്ങയാണ് ഞാൻ ഈ ഒരു കക്കറോട്ടിയുടെ കറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഐകാർഡിൽ ഇട്ട് കൊടുക്കാം. മാത്രമല്ല എൻഡ് സ്ക്രീനിലും കൊടുക്കാം ആ ഒരു റെസിപ്പി വീഡിയോ. അപ്പോൾ കക്കറോട്ടിയുടെ മാവ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറയും ഫസ്റ്റിനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. 2 പേർക്കും ആ ഒരു ഡ്യൂട്ടി കൊടുത്തു. ആ ഒരു ടൈമിൽ ഞാൻ പോയിട്ട് അതിൻ്റെ മസാലകളൊക്കെ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കക്കറോട്ടിയുടെ മാവ് ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ അവരത് ചെയ്യുന്നതിനിടയിൽ ഞാൻ അതിനുള്ള കറി റെഡിയാക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അതിനുവേണ്ടി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നന്നായി കഴുകിയിട്ട് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഏകദേശം ഒരു 4 വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൂടാതെ നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് ആവശ്യമുണ്ട്. തക്കാളി വേണ്ട കേട്ടോ ഈ ഒരു സംഭവത്തിന്. പിന്നെ ജിഞ്ചർ ഗാർലിക് ചതച്ചത്, അത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം തേങ്ങയുടെ അരപ്പെല്ലാം വരുമ്പോൾ നമുക്ക് അത്യാവശ്യം എരിവ് വേണമല്ലോ. അതുകൊണ്ട് തന്നെ 15 പീസോളം പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇനി വേണ്ടത്. അതെല്ലാം ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ബീഫ് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് വേവിക്കാം. അതിനിടയിൽ ഇടയ്ക്കിടെയായിട്ട് ഞാനിതാ നമ്മുടെ കക്കറോട്ടിക്കുള്ള ഈ ഒരു മാവ് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അത് 4-5 ബാച്ചായിട്ടാണ് അത് സ്റ്റീം ചെയ്തെടുത്തത്. അപ്പം ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വറുത്ത തേങ്ങയായിരുന്നു. അപ്പോൾ ഈ ഒരു തേങ്ങയാണ് ഞാൻ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ മുൻപത്തെ ആ ഒരു വീഡിയോയിൽ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ടായിട്ടില്ല. ഈ ഒരു തേങ്ങ എങ്ങനെയാണ് വറുത്തതെന്ന് വെച്ചാൽ കുറച്ച് വലിയ ജീരകവും പിന്നെ കുരുമുളക്, അതുപോലെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ എല്ലാം ഇട്ടിട്ട് നന്നായി വറുത്തെടുത്തതാണ്. ഉള്ളി ഇട്ടിട്ടില്ല. അപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യുന്ന സാധനമാണല്ലോ, അതുകൊണ്ട് തന്നെ അതിലേക്ക് ഉള്ളി ഇട്ടിട്ടില്ല. ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് ഇട്ടിട്ട് വറുത്തെടുത്ത തേങ്ങയാണത്.
ഇപ്പോൾ കുക്കർ ഇതാ ബീഫ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു തേങ്ങ അത് നന്നായിട്ടൊന്ന് മിക്സറിലിട്ട് അരച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, നമ്മുടെ കക്കറോട്ടിയുടെ മാവ് ഒരു 4-5 ബാച്ചായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റീം ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു മാവ് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓരോ ബാച്ചും ഈ ഒരു രീതിയിൽ ഈ ഒരു പാത്രത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. കുക്കറിലെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ നമ്മൾ സ്റ്റീം ചെയ്ത മാവ് ഈ ഒരു പരുവത്തിലാണ് കിട്ടുക. അത് വലിയ പാത്രത്തിലിട്ടതിന് കാരണം നമുക്ക് ആ ഒരു കറി മിക്സിങ് ഈ ഒരു പാത്രമാകുമ്പോൾ കുറച്ചുകൂടി നല്ല സൗകര്യമാവും അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവെല്ലാം തന്നെ ജാറയും ഫസ്റ്റിനും കൂടി ഇരുന്ന് എല്ലാം ഫിനിഷാക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മിക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഈ മാവുകൾ എല്ലാം പരസ്പരം ഒട്ടിപ്പിടിച്ച ലെവലിലുണ്ടാകും. അതിന് വേണ്ടിയിട്ട് അതൊന്ന് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതുപോലെ അതിലേക്ക് കുടഞ്ഞു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ എല്ലാം ഓരോന്നോരോന്നായിട്ട് വേറിട്ട രീതിയിൽ കിട്ടും കേട്ടോ. ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഇതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കുകയാണ്. അതുകൂടാതെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പും രണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കായി വരുമ്പോഴേക്കും നമുക്കൊരു പാൻ എടുത്ത് അതിൽ ഉള്ളിയും കറിവേപ്പില പിന്നെ പച്ചമുളകെല്ലാം ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കാനുണ്ട്. ആ ഒരു താളിപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ കുറച്ച് പ്യുർ ഗീ എടുത്തിട്ടുണ്ട്. ഒരു പാനിൽ ചെറിയ പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഉള്ളി ഒരു ഹാഫ് പോർഷൻ മതി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അതുകൂടാതെ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിലേക്ക് വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും, നല്ല ഫ്ലേവർ കിട്ടും. നമ്മുടെ കക്കറോട്ടി ചെറുതായിട്ടൊന്ന് തിളക്കുന്നുണ്ട്. ഇടയ്ക്കിടെ ഇതുപോലെ ആ ഒരു മാവിന് വലിയ ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം ഉള്ളി ഒരു ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നെയ്യ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കക്കറോട്ടിയുടെ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു മിക്സ് കൊടുക്കാം. അടിപൊളി ടേസ്റ്റായിരുന്നു. മാഷാഅല്ലാ, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുവരെ തയ്യാറാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് റെഡിയാക്കി നോക്കട്ടോ. നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് ഇഷ്ടമായിട്ട് നല്ല അഭിപ്രായം കിട്ടുമ്പോൾ അതിനെ പോലത്തെ ഹാപ്പിനെസ് വേറെ ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ അന്നത്തെ ലഞ്ച് ഇതായിരുന്നു. ലഞ്ചിന് നമുക്കിവിടെ ചോറ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മക്കൾക്കൊന്നും ചോറ് ഇഷ്ടമല്ല, എന്നിരുന്നാലും ഇടയ്ക്ക് ചോറാക്കും. അല്ലാത്ത ദിവസം ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ തന്നെ ആക്കാറ്. നിങ്ങളെൻ്റെ മുൻപത്തെ വീഡിയോ ഒക്കെ കണ്ടപ്പം മനസ്സിലായിട്ടുണ്ടാവും. ചോറ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, എന്നിരുന്നാലും തീരെ ഒഴിവാക്കാറുമില്ല. അപ്പം അന്ന് നമ്മൾ കക്കറോട്ടി ആയിരുന്നു സ്പെഷ്യൽ. പിന്നെ അതുകൂടാതെ കുറച്ച് സുലൈമാനി, പിന്നെ നല്ല അടിപൊളി ഒരു ഈത്തപ്പഴം ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു അച്ചാറുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ ഒരു സൈഡായിട്ട് കഴിച്ചു. മൊത്തത്തിൽ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ റെസ്റ്റ് ടൈമാണ്. അങ്ങനെ ബെഡ്റൂമിൽ വന്നിരിക്കുകയാണ്. കുറച്ച് നേരം നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഉറക്കമുണ്ട്. ഒരുറക്ക് മസ്റ്റാണ്. ഒന്നാമത് രാവിലെ എണീക്കുന്നതല്ലേ. അപ്പോൾ ഇതാ റൂമിൽ വന്നപ്പം നമ്മുടെ ഹാറുവിൻ്റെയും റെസ്റ്റ് ടൈമാണ്.
വൈകിട്ട് പുറത്ത് പോയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ വാദി പാർക്കിൽ പോയി. അവിടെ തന്നെ കോഫി ഷോപ്പിൽ പോയി കുറച്ച് നേരം ഇരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ വന്നിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ എനിക്ക് കൂടുതൽ വർക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഇരുന്നും കൊണ്ട് ചെയ്യും. അപ്പം ഈ ഒരു പാർക്ക് ഈ ഒരു കോഫി ഷോപ്പിൻ്റെ അടുത്താണ്, അത്രയും അടുത്താണ്. ഈ ഒരു പാർക്കിലാണെങ്കിൽ ഭയങ്കര അടിപൊളി വൈബാണ്. അതായത് നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാർക്കാണ്. മാത്രമല്ല വാക്കിങ്ങിന് പറ്റിയ ഒരു സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അത് പിന്നെ അത്യാവശ്യം ജിം എക്യുപ്മെൻറ്റ്സും എല്ലാം ആയിട്ടുള്ളൊരു പാർക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട്. പോയാൽ തന്നെ അന്നത്തെ വാക്കിംഗ് അവിടെ നിന്ന് അങ്ങ് ചെയ്യും. അതാണ് പതിവ്. അപ്പം ഇവിടുന്ന് നേരെ നമ്മൾ വാദി പാർക്കിലേക്ക് പോയി. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. മക്കളൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ തണുപ്പ് കാരണം അവരൊക്കെ തിരിച്ച് അങ്ങോട്ടേക്ക് വണ്ടിയിലേക്ക് തന്നെ തിരിച്ചു പോയി ഇരിക്കുകയാണ്. വണ്ടിയിൽ ഇരുന്നോളൂന്നും പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയി. ഞാൻ ഏകദേശം 3 കിലോമീറ്ററോളം നടന്നു. 3 റൗണ്ട് നടന്നു. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 1 കിലോമീറ്ററാണ്. അങ്ങനെ 3 റൗണ്ട് നടന്നു. എനിക്ക് കൂട്ടായിട്ട് ഹിനായ ഉണ്ടായിരുന്നു. അവൾ അവിടെ പ്ലേ ഏരിയയിൽ പോയിട്ട് കളിച്ചു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ അതുപോലെ റെസിപ്പീസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്തായാലും അറിയിക്കണം. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. Until then, take care. Thank you.